ഹലോ നമസ്കാരം, രഞ്ജിത്ത്. മനുഷ്യ സമൂഹങ്ങളുടെ സ്വഭാവം പഠിക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സ് 25 എന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് നടക്കുകയുണ്ടായി. ജോൺ കാൽഹോൺ എന്ന നരവംശ ശാസ്ത്രജ്ഞനാണ് മനുഷ്യ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ എലികളിൽ ഈ പരീക്ഷണം നടത്തിയത്. 4 ജോഡി എലികളിൽ നിന്നാണ് അദ്ദേഹം ഈ പരീക്ഷണം ആരംഭിക്കുന്നത്. സമൂഹത്തിൻ്റെ രീതികളും സാമൂഹ്യ വ്യവസ്ഥകളും പഠിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. 4 ജോഡി എലികൾക്ക് അദ്ദേഹം എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഭക്ഷണവും വെള്ളവും അതിന് ഓടിക്കളിക്കാനുള്ള സ്ഥലവും എല്ലാം കൊടുത്തു. അവ വളരെ സന്തോഷത്തോടെ കാണപ്പെട്ടു. അവ സെക്സിലേർപ്പെട്ടു. ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകി. അങ്ങനെ അവ പെറ്റുപെരുകി. ചുരുക്കി പറഞ്ഞാൽ ഒരു സമൂഹത്തിന് നല്ല തരത്തിലുള്ള ഫെസിലിറ്റീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവ പെറ്റുപെരുകുന്നു. ആ സമൂഹം വലുതാകുന്നു. വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതായി കാണപ്പെടുന്നു. പക്ഷേ 365 ദിവസങ്ങൾ കഴിഞ്ഞതോടെ, ഏകദേശം ഒരു വർഷം കഴിഞ്ഞതോടെ, ആ എലികളെ നിരീക്ഷിച്ചപ്പോൾ 600-ലധികം എലികൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഒരു ഹൈറാർക്കി രൂപപ്പെടുന്നതായി കണ്ടു. ആ ഹൈറാർക്കി കുറച്ച് പേടിപ്പെടുത്തുന്ന ഹൈറാർക്കിയായിരുന്നു. കാരണം ഇത്രയും എലികളായപ്പോൾ അതിനകത്ത് ശക്തരായിട്ടുള്ള എലികളും ശക്തരല്ലാത്ത വളരെ വീക്കായിട്ടുള്ള എലികളുമൊക്കെ ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തരായിട്ടുള്ള ആളുകളും വീക്കായിട്ടുള്ള ആളുകളുമൊക്കെ കാണപ്പെടുന്നത് പോലെ തന്നെ ശക്തരായിട്ടുള്ള എലികൾ ഹൈറാർക്കിയുടെ മുകൾ തട്ടിലേക്ക് പോയി. അവർ ശക്തരല്ലാത്ത വീക്കായിട്ടുള്ള എലികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. വീക്കായിട്ടുള്ള എലികൾക്ക് ഇണകളെ കിട്ടാതായി. ചുരുക്കി പറഞ്ഞാൽ പെണ്ണുങ്ങളെ കിട്ടുന്നത് ശക്തരായിട്ടുള്ള എലികൾക്ക് മാത്രമായി. വലിയ അഗ്രഷൻ ഈ എലികൾ കാണിച്ചു. വീക്കായിട്ടുള്ള ആളുകൾ പേടിച്ച് ഒരു സൈഡിലേക്ക്, ഒരു ഭാഗത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഹൈറാർക്കി അതിശക്തമാവുകയും വീക്കായിട്ടുള്ള എലികൾക്ക് കോൺഫിഡൻസ് പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. പതിയെ ആണുങ്ങൾ വീക്കായിട്ടുള്ള ഒരു സെക്ഷനായി മാറുകയും പെണ്ണുങ്ങൾ, ഈ വീക്കായിട്ടുള്ള ആണുങ്ങളുടെ ഇണകളായിട്ടുള്ള സ്ത്രീകൾ കുറച്ചുകൂടി അഗ്രഷൻ കാണിക്കുകയും ചെയ്തു. ഇവർ അഗ്രഷൻ കാണിക്കുന്നത് കണ്ട്, ഈ സ്ത്രീകൾ അഗ്രഷൻ കാണിക്കുന്നത് കണ്ട് മറ്റ് സ്ത്രീകളും അഗ്രഷൻ കാണിച്ചു തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ മുൻപ് അഗ്രസീവ് അല്ലാതെ മിണ്ടാതിരുന്ന സ്ത്രീകൾ പോലും അഗ്രഷനിലേക്ക് വന്നു. ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായി ആണുങ്ങളെക്കാൾ ശക്തരും അഗ്രസീവുമായിട്ടുള്ള അപ്രോച്ചുള്ളവർ സ്ത്രീകളായി പതിയെ രൂപപ്പെട്ടു. ആണുങ്ങൾ മടിയന്മാരായി. സ്ത്രീകൾക്ക് സെക്സ് പോലും വേണ്ട, ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാം എന്നുള്ള തോന്നലിലേക്ക് പതിയെ സമൂഹം രൂപപ്പെട്ടു. പലപ്പോഴും ഇന്ത്യയിലെ സമൂഹത്തിൻ്റെ മാറ്റം കാണുമ്പോൾ ഇതുമായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം എന്ന് തോന്നും. പലപ്പോഴും നമ്മളുടെ ആണുങ്ങൾ മടിയന്മാരാവുകയും അവർ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ലാത്ത ആളുകളായിട്ട് മാറുകയും ചെയ്യുകയും ഒപ്പം തന്നെ ഹോമോസെക്ഷുവാലിറ്റി, അഗ്രഷൻ എന്നിവ കൂടി വരികയും പലപ്പോഴും വാല്യൂസ് ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നതായിട്ട് കാണുകയും ചെയ്യുന്നു. ഒപ്പം സ്ത്രീകൾ കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആവുകയും അവർ ഫ്രീഡം ആഗ്രഹിക്കുകയും അഗ്രഷനുള്ള ആളുകളായിട്ട് മാറുകയും ചെയ്യുന്ന രീതിയിലേക്ക് സത്യം പറഞ്ഞാൽ യൂണിവേഴ്സ് 25 എന്ന 1970-കളിൽ ജോൺ കാൽഹോൺ നടത്തിയ ഈ എക്സ്പെരിമെൻ്റ് നമ്മളെ പതിയെ ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാം. അപ്പോൾ പലപ്പോഴും സമൂഹത്തിൻ്റെ ഒരു കൊളാപ്സിനെ സൂചിപ്പിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കാനും ഇന്നും റെലവൻ്റായി നിൽക്കുന്ന ഒരു എക്സ്പെരിമെൻ്റായിട്ട് യൂണിവേഴ്സ് 25 അറിയപ്പെടുന്നുണ്ട്. ഇത് പലവരും അദ്ദേഹം ആവർത്തിച്ചു നോക്കിയെങ്കിലും ഒരേ റിസൾട്ട് തന്നെയാണ് എലികളിൽ കണ്ടത് എന്നുള്ളതും ഇതേ റിസൾട്ട് തന്നെയാണ് പല മനുഷ്യ സമൂഹങ്ങളിലും പല രാജ്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം മനസ്സിലാക്കി. പലപ്പോഴും ഈ അവസ്ഥ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കൃത്യമായ പോളിസികൾ രൂപീകരിക്കുകയും ആളുകൾക്ക്, അവിടുത്തെ സിറ്റിസൻസിന് കൃത്യമായിട്ടുള്ള പേർപ്പസും മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷനും അതിനനുസരിച്ചിട്ടുള്ള പോളിസീസും സ്ട്രാറ്റജീസും രൂപവൽക്കരിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ പലപ്പോഴും ഒരു രാജ്യത്തിലെ എൻറ്റയർ സമൂഹം തന്നെ ഇത്തരത്തിലുള്ളൊരു കൊളാപ്സിന് അടിമപ്പെട്ടേക്കാം. ആണുങ്ങൾ മടിയന്മാരാവുകയും സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കുകയും ചെയ്യുന്ന അപകടകരമായ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് ഇന്ത്യയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പോളിസികൾ രൂപവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തെ പർപ്പസ് ഡ്രിവണാക്കി നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുകയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അത്തരമൊരു അവസ്ഥയിലേക്ക് തന്നെയല്ലേ നമ്മളുടെ നാട് നീങ്ങുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?